മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 35-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 18 വേഴ്സ് 35. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ക്ഷമ നമുക്ക് വലിയ അനുഭവവേദ്യമാവുക. അല്ലെങ്കിൽ അത് സാധ്യമല്ല. വളരെയേറെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ വിവാഹിതയായ ഒരു സ്ത്രീ തന്റെ പങ്കുവയ്ക്കലിന്റെ സമയത്ത് പറയുകയായിരുന്നു, താൻ ചെന്ന് കയറിയ വീട്ടില് പലപ്പോഴും അമ്മയ്ക്ക് തന്നോട് അത്ര സ്നേഹമില്ല. അതുപോലെ വീട്ടിലെ ഭർത്താവിന്റെ പെങ്ങന്മാർക്കും അവര് വീട്ടിൽ വരുമ്പോൾ അവളോട് സ്നേഹത്തോടെ ഇടപെടുന്നില്ല. അതിൽ അസ്വസ്ഥയായി അവള് ഭർത്താവിനോട് ഇതെല്ലാം ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഭർത്താവ് അവളോട് പറഞ്ഞ വാക്കുകൾ അവൾ ഓർക്കുകയായിരുന്നു. ഭർത്താവ് പറഞ്ഞു, മോളെ, നീ വന്നു കയറി ഈ വീട്ടിൽ നിനക്ക് സ്നേഹരാഹിത്യം അനുഭവപ്പെടുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എങ്കിലും നിന്നോട് എന്തുമാത്രം സ്നേഹം അവർ കാണിച്ചില്ലെങ്കിലും, എന്തുമാത്രം അവര് നിന്നെ എതിർത്താലും, നീ എന്റെ പക്ഷം ചേർന്ന് എന്നോടുകൂടെ നിൽക്കണ്ട. അവരെ മനസ്സിലാക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും അവരോടുള്ള സ്നേഹം പ്രകടമാക്കാനും പരിശ്രമിച്ചാൽ മതി. അതിന് കാരണം അവര് ഏറെ നൊന്തു വളർത്തിയ ഞാനും അതുപോലെ അവർ വളർത്തിയ പെങ്ങന്മാരെ ഒക്കെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവരുടെ കൂടെ നീയുമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അതവർക്ക് വലിയ സന്തോഷപ്രദമാകും. നീ എന്നെ അല്ല പ്രകടമായി സ്നേഹിക്കേണ്ടത് അവരെയാണ് എന്ന് ഉപദേശം കൊടുക്കുകയായി. അങ്ങനെ അവൾ കേട്ട നിമിഷം മുതൽ ആ കുടുംബാംഗങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുവാൻ അവൾ തയ്യാറായി. അങ്ങനെ ആ കുടുംബം ഒരു സ്വർഗമായി മാറി. ഇന്ന് ഈശോ ഇവിടെ തിരുവചനത്തിലൂടെ പറയുകയാണ്, നീ നിന്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുമ്പോഴാണ് ദൈവം നിന്നോട് ക്ഷമിക്കും. ആ ഭർത്താവ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. നീ എന്നും പള്ളിയിൽ പോകുന്നില്ലേ? നീ കുമ്പസാരിക്കുന്നില്ലേ? അവിടെ കുമ്പസാരിക്കുമ്പോൾ ദൈവം നിന്റെ പാപങ്ങളെല്ലാം പൂർണ്ണമായും ക്ഷമിക്കുകയല്ലേ? ആ ക്ഷമ നിനക്ക് അനുഭവപ്പെടണമെങ്കിൽ കുടുംബത്തിൽ ആ ക്ഷമ ജീവിക്കണം. അല്ലെങ്കിൽ അത് വെറുതെ ഒരു പ്രവൃത്തിയായി മാറും എന്നുകൂടി ആ ഭർത്താവ് പറയുകയുണ്ടായി എന്ന് ഈ സഹോദരി പങ്കുവയ്ക്കുകയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിക്കുന്നവരാകാം, അങ്ങനെ ദൈവത്തിന്റെ ക്ഷമ സ്വീകരിക്കുന്നവരാകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.